ഹലോ ഗൈസ്. നമ്മളെ സ്റ്റുഡിയോയിൽ ഇന്നൊരു പ്രായമായിട്ടുള്ളൊരു കസ്റ്റമർ വന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കവറുണ്ട്. അതായത് കവർ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ മടക്കി മടക്കി വെക്കൂലേ, ഇപ്പോൾ എന്തെങ്കിലും അകത്ത് വെച്ചിട്ട് അങ്ങനെ മടക്കി മടക്കി വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മടക്കി മടക്കി വെച്ചൊരു കവറുണ്ടായിരുന്നു. അപ്പോൾ ആ കവർ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ നിവർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ അതിക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ചില എന്തായിരിക്കും ഇപ്പോൾ അതിനകത്ത്. കാരണം അത്രയും പ്രിയപ്പെട്ടത് എന്തോ ആണ് അയാൾ അത്രയും കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് എന്താണെന്നുള്ള ആകാംക്ഷയിൽ ഞാനിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസാനം മടക്കും കഴിഞ്ഞ് നിവർത്തിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മൊബൈൽ ഫോണിൻ്റെ ബാക്ക് കവറാണ് എനിക്ക് ഈ കവർ കാണിച്ചത്. അപ്പോൾ അതിലൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഇതിൽ ഈ പെൺകുട്ടി ഉണ്ട് ആവും, ഞാൻ ഈ ഫോട്ടോ ആളെ മുഖം വ്യക്തമാക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ മാത്രം മോനൊന്ന് ഫ്രെയിം ആക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ നോക്കുമ്പോൾ ഇതൊരു ബ്ലറി ആയിട്ടുള്ളൊരു ഇമേജാണ്. ഇതെന്താ വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്ത ഇമേജാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഇമേജ് ഈ ഫോട്ടോ കുറച്ച് ബ്ലറായിട്ട്, അതായത് കുറച്ച് മങ്ങിപ്പോയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ എത്ര വലിപ്പം വേണ്ടി ഫ്രെയിം എന്ന് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പം വേണം മോനെ, നമുക്കിങ്ങനെ വാളിൽ വെക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് കുറച്ച് ഈ ഫോട്ടോ കുറച്ച് മങ്ങിയതായതുകൊണ്ടേ നമുക്ക് അത്രയും വലിപ്പമുള്ളവർ ഇതിലോട്ട് എൻലാർജ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് റിസൾട്ട് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഫേസ് മാറിയിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാൾ എന്ന് പറയല്ലേ, അതേപോലെ എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം നിരാശപ്പെടുത്തുന്ന വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കമ്പ്യൂട്ടറിലൊന്ന് നോക്കാം. കാരണം ഇവർ മുൻപ് നമ്മളെ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ പേര് നമ്മളിവിടെ അടിച്ചെടുത്താൽ ആൾ ഫോട്ടോ ഇവിടെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആണോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, പേര് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പേര് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷേ 2024, 23, 22, 21 ഈ കാലഘട്ടത്തിലുള്ള ഇതിലൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നത്താ എന്ന് പറഞ്ഞിട്ട് ഈ കവർ അതേപോലെ മടക്കി വെക്കുമ്പോൾ എന്താ അറിയില്ല, എന്നെ പിന്നെ നോക്കുന്നില്ല കേട്ടോ, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ നമുക്ക് തന്നെ ഒരു സങ്കടമായി തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ 2020, 19 അതിലൊക്കെ നോക്കി വെക്കാം നമുക്കറിയാം. കാരണം അത് വേറെ ഹാർഡ് ഡിസ്കിലാണ്. ആ ഹാർഡ് ഡിസ്കിൽ ഞാനൊന്ന് നോക്കിയെടുത്തിട്ട് ഞാൻ കണക്ട് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കണക്ട് ചെയ്ത് നോക്കി, 2020 നോക്കി, 19 നോക്കി. 19 ആളെ ഫോട്ടോ കണ്ടു. അപ്പോൾ 2 ഫോട്ടോ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചെടുത്തപ്പോൾ ഇതല്ലേന്ന് ചോദിച്ചു. ഇതാണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ട്, കാരണം അതുവരെ ഉണ്ടായിരുന്ന ആളെ മുഖത്ത് പെട്ടെന്ന് കണ്ടിക്കണ് നല്ലൊരു പുഞ്ചിരി ഒക്കെ വരുന്നു, ഒരു പ്രതീക്ഷ ഉള്ള പോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞു. എനിക്കൊരു വലിയ ഫ്രെയിം ആക്കി തരുമെന്ന് ചോദിച്ചു. അതിനെന്താ ചെയ്തിരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് മരിച്ചതല്ലേ എന്ന് ചോദിച്ചു. അതേ മരിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. കാരണം ഈ ഫോട്ടോ കണ്ടൊരു 23 വയസ്സേ തോന്നുള്ളൂ കുട്ടിക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു 2 സെക്കൻഡ് ആലോചിച്ചിട്ട് പറഞ്ഞു ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും പിന്നെ അങ്ങോട്ട് നമുക്ക് എന്താ ചോദിക്കാമെന്ന് പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചു ഒരു ശബ്ദം കുറച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എന്താണ് കുടുംബ പ്രശ്നമാണ്, എന്താണെന്ന് കറക്റ്റ് അറിയില്ല, പോയത് പോയി, കുട്ടികളുണ്ടോയെന്ന് ചോദിച്ചു. 2 വയസ്സായൊരു മോനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തായാലും ഞാൻ ഫോട്ടോ ഒക്കെ നമ്മൾ ക്യാഷിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു വെറുതെ, എന്താ ഇച്ചിരി ജോലി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ടാപ്പിംഗ് ആണെന്ന് പറഞ്ഞു, റബ്ബർ. ഇപ്പോൾ നമ്മൾ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി പ്രതീക്ഷയെക്കാളും നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിന് കൈമാറിയപ്പോൾ ആ ഫോട്ടോ അയാൾ ഫസ്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, അയാളെ മുഖം കാണേണ്ടതെന്ന് വെച്ചാൽ ഞാനതിവിടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയില്ല. കാരണം നമ്മളെല്ലാതും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഓരോരുത്തർ ഓരോ അഭിമാനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് അയാൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് ഷൂട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല. എന്തായാലും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആ മുഖത്തുള്ള സന്തോഷം, കാര്യങ്ങളും വിഷമവും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. എന്തായാലും ക്യാഷും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞങ്ങളൊരു പേഴ്സണൽ കാര്യമാണ്, അത് ഞാൻ ഒരിക്കലും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അച്ഛന് സന്തോഷമായി. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായി വരാൻ കാരണം ഈ ഒരു ഫോട്ടോ ഫ്രെയിമോ അല്ലെങ്കിൽ ഈ ഒരു കവറോ ഒന്നുമല്ല. പക്ഷേ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. കാരണം ചെറുപ്പം ഒരു പെൺകുട്ടിയാണ്, ചെറുപ്രായമാണ്, 23, 24 വയസ്സേ തോന്നിക്കുള്ളൂ.
മാത്രമല്ല 2 വയസ്സായ ഒരു കുഞ്ഞും. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും പ്രശ്നമല്ലേ? എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളില്ലാത്ത ഒരാളുമില്ല. ആ പ്രശ്നത്തെ അതിജീവിക്കുക എന്നുള്ളതല്ലേ. ചില സമയത്ത് നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അങ്ങനെ വെച്ച് നമ്മളൊക്കെ ഇന്ന് എത്രയോ പേരോട് ആത്മഹത്യ ചെയ്യണം. ഒരു ദിവസം എത്ര ആത്മഹത്യ നടക്കണം? അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ഈ ആത്മഹത്യക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ഒരു നിമിഷം നേരം കൊണ്ട് നമ്മളെ ജീവൻ കൊടുക്കാൻ കഴിയും. പക്ഷേ ബാക്കിയുള്ള ജീവിതങ്ങളുണ്ട് ഇവിടെ. ആ മോന് അതൊക്കെ ഇനി എങ്ങനെയാണ് വളരുക? ഒരു അമ്മക്ക് പകരം വേറൊരാളും ആവില്ല. ഇനി എത്ര അമ്മമാർ വന്നാലും ആരൊക്കെ വന്നാലും ആ അമ്മക്ക് പകരമാവാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആത്മഹത്യക്ക് ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹസികം മുതിരുമ്പോൾ ഒരുപാട് എന്താ പറയുക, ആ നിങ്ങളെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. കാരണം ഒരു കുഞ്ഞുണ്ടാവുക, അതിനെ വളർത്തി അതിനെ ഒരു ഘട്ടത്തിലോട്ട് എത്തിക്കുന്നവരെ നമ്മളെ ഉത്തരവാദിത്തമാണ്. അതിനെ അനാഥാക്കി പോകാൻ പാടില്ല. ആ ഒരു വിചാരം നമ്മളെ മനസ്സിലുണ്ടാവണം എന്നേ എനിക്കിവിടെ പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.